അത്രയ്ക്ക് തരിപ്പണമായി കിടന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് വട്ടിയൂർക്കാവിനെ കരകയറ്റിയത്. അപ്പോൾ അത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതുകൊണ്ട് തന്നെയാണ് അത് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം കഴിഞ്ഞ 40 വർഷമായിട്ട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പരിപാടിയാണ്. അദ്ദേഹം ഇനി വീണ്ടും വട്ടിയൂർക്കാവിൽ 2026 മത്സരിക്കാൻ വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങേക്കൊരു വെല്ലുവിളിയായിരിക്കുമോ? ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുക. അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലേക്ക് ഞാൻ 100% ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടവുമായി തുലനം ചെയ്യാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ ഞാൻ പൊതു ചർച്ചയ്ക്ക് തന്നെ തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഇവിടെ തന്നെ മത്സരിക്കട്ടെ, വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കട്ടെ. നമസ്കാരം. വൈറ്റ് സോൺ TV മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല, പക്ഷേ മേയർ ബ്രോയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സഖാവേ നമസ്കാരം. നമസ്കാരം. സഖാവേ, ഈ മേയർ ബ്രോയിൽ നിന്ന് MLA ബ്രോയിലേക്ക് മാറിയപ്പോൾ എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും അത് സന്തോഷം തോന്നി. തിരുവനന്തപുരത്ത് ഇപ്പോൾ പല ചടങ്ങുകളിൽ ഞാൻ ചെല്ലുമ്പോൾ ഇപ്പോഴും മേയർ വന്നു എന്നുള്ള അഭിസംബോധന പലരും പറയാറുണ്ട്. അപ്പോൾ അത് അന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിന്നും കുറച്ചുകൂടി ഒരു സാമൂഹിക അംഗീകാരത്തിലേക്കാണ് MLAയുടെ ഇടപെടൽ. അതൊരു ഓഫീസ് വർക്കാണ് കൂടുതലും. അതേസമയം MLA ഭൂരിഭാഗവും ജനങ്ങൾക്കിടയിലുമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. മേയർ എന്താണ്, MLA എന്താണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന തലങ്ങളും വ്യത്യാസമാണ്. ഇപ്പോൾ ഒരുപക്ഷെ മേയർ എന്ന നിലയിൽ ഒരു 1500-ലധികം വരുന്ന ജീവനക്കാരുടെ തലവൻ, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ കൂടി നമുക്ക് ഇടപെടാം. ആ സംവിധാനത്തെ ചലിപ്പിക്കുക എന്ന് പറയുന്ന വളരെ സമഗ്രമായ ഒരു ദൗത്യമുണ്ട്. അതാണ് അവിടെ നിർവഹിച്ചത്. എന്നാൽ ഇവിടെ ഗവൺമെന്റ് സംവിധാനങ്ങളെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PWD, ഇറിഗേഷൻ, അങ്ങനെയുള്ള വകുപ്പുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, കോർപ്പറേഷന്റെ 26 വാർഡുകളാണ് വട്ടിയൂർക്കാവിലുള്ളത്. MLA എന്ന നിലയിൽ ഈ സ്ഥാപനങ്ങളെ കൂടി ചലിപ്പിക്കാൻ പറ്റി. PWD, ഇറിഗേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ചലിപ്പിക്കാൻ പറ്റും. ഇപ്പൊ രണ്ടിന്റെയും ഗുണം എടുക്കാൻ വട്ടിയൂർക്കാവ് പറ്റിയിരിക്കുന്നത്. അപ്പൊ അത് രണ്ട് സ്ഥാനത്തിന്റെയും ഗുണഫലം കിട്ടി. ഇപ്പൊ എനിക്ക് പഴയ മേയർ എന്ന നിലയിൽ കോർപ്പറേഷനിലെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങൾ ഇടപെടാൻ പറ്റി. ആ പരിചയ സമ്പത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റി. അപ്പൊ ഇത് രണ്ടിന്റെയും നേട്ടം വട്ടിയൂർക്കാവിലെ ആളുകൾക്ക് കിട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു നേട്ടം. 8 വർഷക്കാരൻ K മുരളീധരൻ, അതായത് നമ്മളിവിടെ പല ആളുകളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മരണ വീടുകളിലും അതോടൊപ്പം തന്നെ കല്യാണ വീടുകളിലും ഒന്നുമല്ല ഞങ്ങളുടെ MLA ബ്രോ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. പല റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, ഇതൊക്കെ K മുരളീധരൻ 8.5 വർഷം MLA ആയിട്ട് ഇരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ കഴിഞ്ഞ ഒരു 5.5 വർഷം കൊണ്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഞാൻ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒക്കെ പോയിട്ട് ഇവിടെ തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കി തരാം എന്നാണ് പറഞ്ഞത്. കാരണം വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം തകർന്ന റോട്ടിൽ കൂടെയാണ് നമ്മൾ ആ ഇലക്ഷൻ പ്രചരണത്തിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇന്നിപ്പോൾ ആ റോഡുകളെല്ലാം നന്നായി. ഞാൻ 100% നന്നായി എന്ന് ഞാൻ അവകാശപ്പെടില്ല. പക്ഷേ മണ്ഡലത്തിലെ ഒരു 200-ലധികം വരുന്ന റോഡുകൾ നമ്മൾ ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് നന്നാക്കി. PWD റോഡുകൾ 90% BMBC ആക്കി. ഇനി കുറച്ച് റോഡുകൾ കൂടിയേ ഉള്ളൂ, അതിനും പൈസ അനുവദിച്ചിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ 100% PWD റോഡുകൾ BMBC ആയ മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും. അങ്ങനെ ഒരു പുതിയ ക്രെഡിറ്റ് കൂടെ കിട്ടും. ഇപ്പം നിലവിൽ ഒരു 17 കിലോമീറ്റർ റോഡിന്റെ പണി ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള 17 കിലോമീറ്റർ റോഡ് BMBC ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ മാറ്റമാണ്. ജനങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യും. ഇപ്പോൾ വേണമെങ്കിൽ ചില അകത്തോട്ടുള്ള റോഡുകളൊക്കെ തകർന്നത് നമുക്ക് പറയാം. അത് ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. കോർപ്പറേഷൻ റോഡുകളാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുകയല്ല ചെയ്യുന്നത്. അതും കൂടി നമ്മൾ ഇടപെടുകയാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ റോഡുകളിൽ MLA ഫണ്ട് ചെലവിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ 100% PWD റോഡുകൾ BMBC ആയേനെ. ഞാൻ പറഞ്ഞു വന്നത്, അത്രയ്ക്ക് തരിപ്പണമായി കിടന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് വട്ടിയൂർക്കാവിനെ കരകയറ്റിയത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണ വീടുകളും കല്യാണ വീടുകളും പോകുക എന്നുള്ള ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വികസനം കൂടി ശ്രദ്ധ വയ്ക്കുകയാണ്. അപ്പൊ നേരത്തെ അത് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ രണ്ട് കാലയളവുകൾ തമ്മിലുള്ള കമ്പാരിസൺ ജനങ്ങൾ തീർച്ചയായിട്ടും താരതമ്യപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 2019 ബൈ ഇലക്ഷനിൽ, അതിനു മുമ്പ് നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയുള്ള TN സീമ 3ാം സ്ഥാനത്ത് പോയിരുന്നു. അതിനുശേഷം 2019 K മുരളീധരൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് വട്ടിയൂർക്കാവിലൊരു ബൈ ഇലക്ഷൻ വരുന്നത്. ആ ബൈ ഇലക്ഷനിൽ വരുന്ന സമയത്ത്, അതായത് അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണ് CPM പോയിരുന്നത്. അങ്ങേക്കുള്ള ആത്മവിശ്വാസം എന്തായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ഞാൻ മേയർ എന്ന നിലയിൽ നമ്മൾ ജനങ്ങൾക്കിടയിലായിരുന്നു.
അപ്പോൾ നമ്മൾ നിരന്തരമായി വിവിധ പരിപാടികൾ നടത്തുക, അദാലത്തുകൾ നടത്തുക, ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് കോർപ്പറേഷൻ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ പ്രളയത്തിൽ നമുക്കൊരു ബൂസ്റ്റ് കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. നമ്മൾ പ്രളയ ദുരിതാശ്വാസ നടപടികൾ ചെയ്തു, ചെറുപ്പക്കാരെ സഹായിച്ചു, ജനങ്ങൾ നമ്മളെ സഹായിക്കുക. അതെന്താ, ജനങ്ങളിലുള്ള ഒരു വിശ്വാസമാണ്. തിരുവനന്തപുരം നഗരസഭയെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഫലപ്രദമായി ചെയ്യും എന്ന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ സാധനങ്ങൾ വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചത്. ഞങ്ങളത് ലൈവായി സംപ്രേഷണം ചെയ്തു. വയനാട്ടിലേക്ക് പോകുന്നത്, കാസർഗോഡേക്ക് പോകുന്നത്, ആലപ്പുഴയിലേക്ക് പോകുന്നത്, കുട്ടനാടിലേക്ക് പോകുന്നത്, അവിടുത്തെ കളക്ടറെ ഇത് ഏൽപ്പിക്കുന്നത്, ഇതെല്ലാം ഫുൾ ടൈം ലൈവായിരുന്നു. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ഇത് ആരംഭിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്തിന് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇതേ രീതിയിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുകയും സാധനങ്ങൾ വിവിധ ഈ കാസർഗോഡ് മേഖലകളിലേക്ക്, മലബാർ മേഖലകളിലേക്കൊക്കെ വണ്ടികൾ പോയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിനൊരു വലിയ കോർഡിനേഷനാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നഗരസഭയുടെ ഒരു വാഹനം ജില്ല വിട്ടു പോകാൻ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ മേയർ എന്ന നിലയിൽ ഒരു കോർഡിനേഷൻ നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ജനങ്ങൾ കാണുകയില്ലേ, അപ്പോൾ ആ വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അംഗീകാരം. ആ അംഗീകാരത്തോടു കൂടിയാണ് ഞാനിവിടെ മത്സരിച്ചത്. അതുകൊണ്ടാണ് 28,000 വോട്ടിൽ നിന്നും 65,000 വോട്ടിലേക്ക് കാര്യം മാറി LDF 3-ാം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനത്തേക്ക് വരികയും ആദ്യഘട്ടത്തിൽ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതിന്റെ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 21,000 ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് രണ്ടാം ഇലക്ഷൻ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതുകൊണ്ട് തന്നെയാണ്. അത് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിലായിരുന്നു എൻ്റെ ഭൂരിഭാഗം സമയം, പുറത്തു പോകാൻ സമയം ചെലവാക്കിയിട്ടില്ല. വട്ടിയൂർക്കാവിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന VK പ്രശാന്ത് എന്ന MLAക്ക് ഇത് തൻ്റെ പദ്ധതിയാണ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം കഴിഞ്ഞ 40 വർഷമായിട്ട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പരിപാടിയാണ്. അതിപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ടോക്കൺ വെച്ച് ആരംഭിച്ചൊരു പ്രോഗ്രാം, സ്ഥലമേറ്റെടുക്കലാണ് അതിന്റെ പ്രധാനപ്പെട്ട കടമ്പ. നിലവിലെ റോഡിനെ 7 മീറ്റർ 8 മീറ്റർ ഉള്ള റോഡിനെ 18 മീറ്റർ ആക്കി മാറ്റുകയാണ്. സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച് മുഴുവൻ പണവും കൈമാറി ഇപ്പോൾ അവിടെ ഏറ്റെടുത്ത വസ്തുവകളിലെ കെട്ടിടങ്ങളും കടകളും ഒക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കേവലം 4 വർഷം കൊണ്ട് ഒരു ഭൂമി ഏറ്റെടുക്കലിന്റെ മേജർ ഭാഗവും പൂർത്തീകരിച്ചു. നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കൽ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ 19 റവന്യൂ നടപടികൾ തന്നെയുണ്ട്. ഓരോ റവന്യൂ നടപടിക്കും വർഷങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ സ്ഥലമേറ്റെടുത്ത് DPR അടക്കം അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ മേജർ പോർഷൻ നമ്മൾ റോഡടക്കം പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു പ്രധാനപ്പെട്ട വികസന നേട്ടമായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. എന്നോട് പല ആളുകളും പറഞ്ഞത്, ഒന്ന് ഇടിച്ചു കാണിച്ചാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാവും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, ഇടിക്കൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിലൊക്കെ ഈ പൊളിക്കുന്ന പോസ്റ്റ് ഇട്ടപ്പോൾ പൊളിക്കലാണോ വികസനം? പക്ഷെ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് വലിയ വലിയ പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാക്കി. പണി തുടങ്ങിയാൽ പിന്നെ അതങ്ങോട്ട് നടന്നു പോയിക്കോളൂ. ഇവിടെ നിന്നൊരു കല്ലെങ്കിലും ഇളക്കി മാറ്റാൻ, വീതി കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട വികസന നേട്ടം. 2 കുലശേഖരം പാലം, കാട്ടാക്കട മണ്ഡലത്തിനെയും വട്ടിയൂർക്കാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കുലശേഖരം പാലം, അതിന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അവിടെ നിങ്ങൾ പോയി നോക്കണം, കൊടുങ്ങാനൂർ മേഖല ഇന്നിപ്പോൾ ഒരു നഗരമേഖലയ്ക്ക് സമാനമായി നല്ല റോഡും BMBC റോഡും പുതിയ പാലവും ഒക്കെ വന്ന് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പരിപാടികൾ കാണിക്കാൻ വേണ്ടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. BMBC റോഡുകളുടെ കാര്യം പറഞ്ഞു, പാലങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും പുതിയ മന്ദിരം വന്നു. അവിടെയെല്ലാം MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നൽകി. സ്കൂളുകളെല്ലാം തന്നെ ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. നിരവധി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളായി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണിയാണ്. ഇപ്പോൾ പേർക്കടയിലെ മേൽപ്പാലം, അതിന്റെ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. പൈപ്പ് ലൈൻ റോഡ് എത്രയോ വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനമാണ്. അവിടെ ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് സൈക്കിൾ ട്രാക്കോട് കൂടി 3 വിശാലമായിട്ടുള്ള പാത അവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, മണ്ഡലത്തിൽ ആകമാനം 1000-ലധികം വരുന്ന സോളാർ ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഒരു പുസ്തകം അടിച്ച് വിതരണം ചെയ്യാൻ കഴിയാവുന്ന നിലയിലേക്കുള്ള വികസന പരിപാടികൾ നടത്തി കഴിഞ്ഞു. ഒരു ഇന്റർവ്യൂ എടുത്ത് പറഞ്ഞിട്ട് പല ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതെ, ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ചികിത്സാ ധനസഹായം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1000-ലധികം ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള സഹായം നൽകിയിട്ടുണ്ട്. ഈ ഓഫീസിൽ നിന്നും നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ, വട്ടിയൂർക്കാവ് ഫെസ്റ്റ് നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി. എല്ലാ വർഷവും ഓണം ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ, ഇപ്പൊ ഫ്ലീ മാർക്കറ്റ് ഇവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഉപയോഗമില്ലാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്.
അതൊരു പുതിയ കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ചികിത്സാ പദ്ധതികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ സ്കൂളുകളിലും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പരിപാടി. അപ്പൊ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആക്കുളം ടൂറിസം വില്ലേജിലെ കണ്ണാടി പാലം, അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ പോകുന്നല്ലോ. അപ്പോൾ കണ്ണാടി പാലം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള സംരംഭക ഗ്രൂപ്പുകൾ, ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് മണ്ഡലത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടവുമായി തുലനം ചെയ്യാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ ഞാൻ പൊതു ചർച്ചയ്ക്ക് തന്നെ തയ്യാറാണ്. തീർച്ചയായിട്ടും തയ്യാറാണ്. അത് ഓരോ പ്രദേശത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വർത്താനം പറയും. ഇപ്പൊ കൊടപ്പനക്കുന്ന് ജംഗ്ഷന്റെ മുഖച്ഛായ മാറി. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാർ എപ്പോഴും മുഖച്ഛായ മാറ്റും എന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ മുഖച്ഛായ മാറി. കളക്ട്രേറ്റിന് മുമ്പേ ചെന്ന് കഴിഞ്ഞ് പഴയ കുടപ്പനക്കുന്നല്ല, അവിടെ കളക്ട്രേറ്റിന് പുതിയ കവാടം വന്നു, അവിടെ പുതിയ അമ്യൂണിറ്റി സെന്റർ വന്നു, പുതിയ ബസ് സ്റ്റോപ്പുകൾ വന്നു, പുതിയ ബസ് വെയിറ്റിംഗ് ഷെഡുകൾ വന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പരിപാടികൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 26ഓളം വാർഡുകൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതായിട്ട് അങ്ങ് പറഞ്ഞിരുന്നു. ഈ ഇപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് CPIMന്റെ സാധ്യതകൾ എന്താണ്? എന്നെ സംബന്ധിച്ച് വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. ഇപ്പോ ഇതൊരു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചില BJPക്ക് ഒരു മേൽക്കൈയുള്ളൊരു പ്രദേശമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും അവർ പല സ്ഥലങ്ങളിലും മുന്നിലെത്തി. കോൺഗ്രസിനും സാധാരണഗതിയിൽ അവരുടെ ഒരു പരമ്പരാഗത മണ്ഡലം എന്ന് അവർ കരുതി പോകുന്ന ഒരു മണ്ഡലമാണ് നമ്മൾ പിടിച്ചെടുത്തത്. അപ്പോൾ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന നഗരസഭാ ഇലക്ഷനിൽ ഇപ്പോൾ 26 വാർഡുകളിൽ 25 വാർഡുകളായി മാറും. ഞാൻ 26 വാർഡ് എന്ന് പറഞ്ഞത് 2 ചെറിയ ഭാഗങ്ങൾ കൂടി, മെഡിക്കൽ കോളേജ് വാർഡിന്റെ ഒരു ഭാഗം, നാലാഞ്ചിറ വാർഡിന്റെ ഒരു ഭാഗം, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 24 വാർഡ്. ഇപ്പോൾ അമ്പലമുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ വാർഡും ഗൗരീശവട്ടം എന്ന് പറയുന്ന പുതിയ വാർഡും കൂടി വരികയാണ്. അപ്പോൾ അതും കൂടി വരുമ്പോൾ ഞാൻ ഒരു 16ലധികം വാർഡുകളിൽ LDFന് ജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിലവിലത്തെ മേയർക്കെതിരെയുള്ള ഒരു വിമർശനങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ തിരുവനന്തപുരം നഗരസഭ? അല്ല, നിലവിലെ മേയർ വിമർശിക്കുന്നത് ആരാ? BJP ആണ്. BJP എന്തിനാ വിമർശിക്കുന്നത്? മാധ്യമത്തിന്റെയും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ 22ലധികം അവാർഡുകളാണ് നിലവിലെ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ വാങ്ങിയെടുത്തത്. അത് എവിടെ നിന്നൊക്കെയാ? UN ഹാബിറ്റാറ്റിന്റെ അവാർഡ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള നിരവധി അവാർഡുകൾ, അത് ഞങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തല്ലോ, കേന്ദ്ര ഗവൺമെന്റ് നിരവധി അവാർഡുകൾ. അപ്പൊ ഇതൊക്കെ വാങ്ങിയെടുക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ അവാർഡ് കൊടുക്കും. അപ്പോൾ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ നഗരസഭാ ഹാളിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ ഈ കൂവുക അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ ആര്യ മാത്രമല്ല ഈ പ്രതിഷേധം നേരിട്ടത്, ഞാൻ നേരിട്ടിട്ടുണ്ടല്ലോ. എന്നെ BJPയുടെ പ്രതിനിധികൾ തടഞ്ഞു വെക്കുകയും അവിടെ മറച്ചിടുകയും ഒക്കെ ചെയ്ത വാർത്ത ഓർമ്മയുണ്ടാവും. കുറച്ച് ദിവസം മെഡിക്കൽ കോളേജ് കിടക്കേണ്ടി വന്നു. അവരുടെ ഒരു പ്രധാന ജോലി അതാണ്. നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുത്തുക, ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുക. ഇത് സ്ഥിരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. അതിന്റെ ഭാഗമായി സംഭവിച്ചത് എന്താ? ഈ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് 4 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ആരാ ജയിച്ചത്? LDF ആണ് ജയിച്ചത്. BJPയുടെ കയ്യിലിരുന്ന വെള്ളാർ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പം 35 സീറ്റിൽ നിന്നും 34ലേക്ക് BJP മാറി. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് ഒരു പെൺകുട്ടി മേയർ സ്ഥാനത്തേക്ക് വന്നു, അതിലൊക്കെ ഉള്ള അത് അസ്വസ്ഥതയാണ്, ഒരു അസ്വസ്ഥതയാണ്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നഗരസഭയുടെ മേയർ സ്ഥാനം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരികൾക്ക് കൂടി കൊടുത്ത അംഗീകാരമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കുട്ടിക്കളിയാണ്, പാവകളിയാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ പെൺകുട്ടികളെ കൂടി അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ കിട്ടുന്ന അവാർഡുകളുടെയൊക്കെ കണക്ക് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കാണുന്നത്. കെ മുരളീധരൻ തൃശ്ശൂർ പരാജയപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം അദ്ദേഹം ഇനി വീണ്ടും വട്ടിയൂർക്കാവിൽ 2026 മത്സരിക്കാൻ വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങേക്കൊരു വെല്ലുവിളിയായിരിക്കുമോ? ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലേക്ക് ഞാൻ 100% ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഇവിടെ തന്നെ മത്സരിക്കട്ടെ, വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കട്ടെ. നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ കാലത്തെ 8 വർഷക്കാലവും ഞാൻ വന്നതിന് ശേഷമുള്ള 8 വർഷക്കാലവും തമ്മിൽ താരതമ്യം ചെയ്ത് വ്യത്യാസം മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്.
അദ്ദേഹം ഇവിടെ വന്നാൽ തന്നെയും ഈ കഴിഞ്ഞ വർഷം ഞാൻ നേടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ എനിക്ക് ലഭിക്കും എന്നുള്ള കോൺഫിഡൻസ് 2 ഇലക്ഷനും ഞാൻ എൻ്റെ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. ഈ മേയർ ബ്രോ എന്നുള്ളൊരു വിളിയാണോ അതോ MLA ബ്രോ എന്നുള്ളൊരു വിളിയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. രാഷ്ട്രീയം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. ഞാൻ വിദ്യാർത്ഥി രംഗത്തുകൂടിയാണ് രാഷ്ട്രീയം ആരംഭിക്കുന്നത്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ പ്രീ ഡിഗ്രി എന്ന് ഞാൻ പഴയ ബാച്ചിൽ പ്രീ ഡിഗ്രി ഉണ്ടല്ലോ, പ്രീ ഡിഗ്രി ബാച്ചിൽ അവിടെ ചേരുമ്പോൾ അവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആദ്യം വന്നു. PD1 PD1 റെപ്രസെന്റേറ്റീവായി വന്നു. പിന്നെ അവിടുത്തെ മാഗസിൻ എഡിറ്ററായി, കോളേജ് യൂണിയൻ ചെയർമാനായി, SFIയുടെ കഴക്കൂട്ടം ഏരിയ സെക്രട്ടറി ആയി, SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. തുടർന്ന് DYFI വന്നു, കഴക്കൂട്ടം ഏരിയ സെക്രട്ടറി ആയി, DYFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. അങ്ങനെ പഞ്ചായത്ത് മെമ്പറായി, കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി. അത് കഴിഞ്ഞാണ് കഴക്കൂട്ടം ഉൾപ്പെടെ കോർപ്പറേഷനിലേക്ക് ലയിപ്പിക്കുന്നത്. അതിന്റെ 2ാമത്തെ ഇലക്ഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരുപക്ഷെ അന്നത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയ ആൾ ഞാനാണ്. കഴക്കൂട്ടം 1ാം വാർഡിൽ നിന്ന് 3272 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴക്കൂട്ടംകാർ അന്ന് എന്നെ വിജയിപ്പിച്ചത്. ആ ഭൂരിപക്ഷം കൂടി കണ്ടിട്ടാണ് പാർട്ടി എന്നെ മേയറാക്കിയതും പിന്നീട് MLA ആക്കിയത്. അതെ, അതിനു മുമ്പ് നമ്മളൊരു ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ വന്നിട്ടില്ലല്ലോ. എനിക്കൊന്ന് ഈ CPMന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത താഴെ തട്ടിലുള്ള, അതായത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ MLA ആയിട്ടൊക്കെ മത്സരിപ്പിക്കാനായിട്ട് കാണിക്കുന്ന ഒരു ധൈര്യം എന്താണ്? അതെ, ഞാനിപ്പോ കൗൺസിലറായി മത്സരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോലും ആവുമെന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളിനെയാണ് പാർട്ടി അപ്രതീക്ഷിതമായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ മേയറായി തീരുമാനം വന്ന് AK സെൻട്രലിൽ നിന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഏതെങ്കിലും ചരടുവലിയോ ഒന്നും നമ്മൾ നടക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങൾ LDF എടുക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കിട്ടി, പെൺകുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടി. അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുന്നു. പുതിയ നേതൃത്വം വരുന്നു, പുതിയ ആളുകൾ വരുന്നു, ഞങ്ങളുടെ പാതയിൽ പുതിയ ആളുകൾക്ക് പ്രതീക്ഷകൾ വരുന്നു, ചെറുപ്പക്കാർക്കും പ്രതീക്ഷയുണ്ട്. മറ്റത് ഏറ്റവും പ്രായമുള്ള ആളിനെയൊക്കെയല്ലേ മേയറാക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ആ കൺസെപ്റ്റിന് തന്നെ മാറ്റം വരുത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്ക് അവസരം കൊടുത്തൊരു പാർട്ടിയും CPM ആണ്. തീർച്ചയായിട്ടും പുതിയ യുവജനങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് അവസരം കിട്ടി. അപ്പൊ അതൊരു വലിയ മാറ്റത്തിനാണ് LDF നേതൃത്വം കൊടുത്തത്. ചെറുപ്പക്കാർക്കും അവസരമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ മതി. മറ്റേത് തലമുതിർന്ന ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്ക് മാത്രമേ ഇത്തരം സ്ഥാനങ്ങൾ കിട്ടൂ. അതിനെയൊക്കെ ഉടച്ചു വാർത്തില്ലേ. അത് സംസ്ഥാന നേതാക്കന്മാർക്കും ജില്ലാ നേതാക്കന്മാർക്കുമല്ല, ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മത്സരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, കഴിവുള്ളവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. 3ാം പിണറായി സർക്കാരിനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? അതിന്റെ കാരണം ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ഈ സർക്കാരിനെ കുറിച്ചൊരു ധാരണയുണ്ട്. കാരണം നമ്മളൊരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ്. ആ സർക്കാർ ഉള്ളത് കൊണ്ടാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ഒരു സമാശ്വാസമുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു വീടാണെന്ന് വെച്ചോ, BPL റേഷൻ കാർഡോ അല്ലെങ്കിൽ കുറഞ്ഞ റേഷൻ കാർഡോ കയ്യിലുണ്ടെങ്കിൽ, ഒരു വരുമാനമില്ലാത്ത ആളാണെങ്കിൽ പോലും ഇവിടെ ജീവിച്ചു പോവാം. റേഷൻ കടയിൽ പോയാൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും, ആശുപത്രിയിൽ പോയാൽ സൗജന്യ ചികിത്സ കിട്ടും, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടാൽ സൗജന്യ വിദ്യാഭ്യാസം ഇവിടെ കിട്ടും. ഏതെങ്കിലും നിലയിൽ ജീവിച്ചു പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്, മനസമാധാനമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾക്ക് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെന്റ് കാലത്താണ് 13 സാധനങ്ങൾക്ക് നമ്മൾ വില കൂട്ടില്ലാന്ന് പ്രഖ്യാപിച്ചത്. ആ 5 വർഷം വില കൂട്ടിയില്ലല്ലോ. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു? പെട്രോളിന്റെ വില അന്നത്തെ വിലയാണോ ഇന്നത്തെ വില? ഡീസലിന്റെ വില അന്നത്തെ വിലയാണോ ഇന്നത്തെ വില? രാസവളത്തിന്റെ വില എത്രയാ? അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ബാധ്യതയുണ്ട് ഈ കാര്യത്തിൽ. ഇന്ത്യ മഹാരാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളുടെ വില നിലവാരം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വില കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും കേരളത്തിൽ വില കുറവാണ്. നമ്മൾ അങ്ങനെയാണല്ലോ കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില കയറി, നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണ്. എന്താ അതിന്റെ കാര്യം? ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കമ്പോളം തുറന്നു വെച്ച് അവൻ കൊപ്രയെല്ലാം സംഭരിച്ച് വെച്ച് ഈ വില കൂടിയപ്പോൾ അവൻ ഉൽപ്പന്നം വിറ്റുകൊണ്ടിരിക്കുക. അപ്പൊ ഈ നയം ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇതിനിടയിലാണ് സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത്. എന്താ ഇപ്പൊ സപ്ലൈകോ മാർക്കറ്റ് സാധനം ഇല്ലേ? ഞാനിപ്പോ ഒരു നോട്ടീസ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. സപ്ലൈകോയുടെ ഓണം കിറ്റാണ്. 19 സാധനങ്ങൾ 1225 രൂപ വിലയുള്ളത് 1000 രൂപയ്ക്കാണ് സപ്ലൈകോ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഈ ഓണത്തിന് കൊടുക്കാൻ വേണ്ടി പോവുക. ഇത് മാധ്യമങ്ങളാരും പറയുന്നില്ല. അപ്പൊ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നുള്ള ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരിന്റെ കയ്യിൽ ചെറിയ സാമ്പത്തിക പ്രയാസം വന്നു, ആ സമയത്ത് പ്രശ്നം വന്നു. ഇപ്പൊ 150 കോടി രൂപ വിപണി ഇടപെടലിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ച് സാധനം വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സപ്ലൈകോ മാർക്കറ്റിൽ കയറിയപ്പോൾ അവരാണ്, സാറേ ഇത്രയും സാധനമുണ്ട്, സാറ് കിറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസ് എന്റെ തരികയാണ്. മനസ്സിലായി. അപ്പോ
സാധനങ്ങളുണ്ട്, വില കുറച്ച് കൊടുക്കുകയാണ്, അതൊരു വിപണി ഇടപെടലാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിലെ വിലയും കേരളത്തിലെ വിലയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യും. എന്നിട്ട് ഇവിടെ കൂടുതലാണെങ്കിൽ ഈ വാദം ഞാൻ അംഗീകരിച്ചത്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന 2 വകുപ്പാണ്. ഒന്ന് ആരോഗ്യ വകുപ്പും 2 വനം വകുപ്പും. ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ആരോഗ്യ വകുപ്പ് പഴി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീ മരിച്ച ദാരുണമായ സംഭവം ഉണ്ടായി. തീർച്ചയായിട്ടും അത് വീഴ്ചയുണ്ട്. അവർ പഴയ കെട്ടിടം അത് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു, അത് സമയത്ത് ചെയ്തില്ല. അതൊരു പരാധീനതയാണ്. മിനിസ്റ്ററും എല്ലാവരും അത് അംഗീകരിച്ചല്ലോ. പകരം നമ്മൾ ചെയ്ത നേട്ടങ്ങൾ കാണാതെ പോവുകയാണ്. 6000 കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുത്ത നാടാണ് കേരളം. അതെന്താ നമ്മൾ കാണാത്തത്? നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാൽ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു, സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുകയാണ്. ഞാൻ ജനറൽ ആശുപത്രിയുടെ HDC കമ്മിറ്റി കൂടുമ്പോൾ പരിശോധിച്ചു. അവിടുത്തെ OP ടിക്കറ്റ് BPLകാർക്കും AOE കാർഡുകാർക്കും ഫ്രീ, ചികിത്സ മുഴുവൻ ഫ്രീ. ഇനി APLകാർ എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളക്കാടുള്ള ആളുകൾ വന്നാൽ എന്താ കഥ? 5 രൂപ OP ടിക്കറ്റ്, മൈനർ ശസ്ത്രക്രിയയ്ക്ക് 150 രൂപ, മേജർ ശസ്ത്രക്രിയയ്ക്ക് 250 രൂപ. ഇതാണ് അവിടുത്തെ ഫീസ്. ഇനി മരുന്ന് വെളിയിൽ വാങ്ങേണ്ടി വരുന്നു. ഞാൻ സമ്മതിച്ചു കൊടുക്കാം, ഇതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് സമ്മതിക്കാം. വെളിയിൽ പോയി മരുന്ന് വാങ്ങണം, ഉപകരണങ്ങൾ വാങ്ങണം, ചിലപ്പോൾ എന്തെങ്കിലും കൈക്കൂലി കൊടുക്കണം എന്ന് കൂട്ടിയാൽ പോലും ഒരു മേജർ ശസ്ത്രക്രിയയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഇതെല്ലാ ചെലവും കൂടി ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടിയാലും ഒരു 20,000 രൂപയ്ക്ക് മേജർ ശസ്ത്രക്രിയ, അതായത് 5-5.5 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുന്ന ശസ്ത്രക്രിയ ഞാൻ ഈ പറഞ്ഞ ഏത് ഗണത്തിൽ വെച്ച് കൂട്ടിയാലും, വേണമെങ്കിൽ വിവാദം അയക്കാം, ഏത് ഗണത്തിൽ കൂട്ടിയാലും ഒരു 20,000 രൂപയ്ക്ക് ഒരു APL കാർഡ് ഉടമയ്ക്ക് ഇവിടെ നിന്ന് ചികിത്സ നടത്തി പോകും. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. കാരണം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലായിരുന്നു എന്ന് വിചാരിക്കുക. കാരണം അവിടുത്തെ ആ കെട്ടിടത്തിന്റെ ഒരു പഴമ നോക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ സ്ഥലം MLAക്ക് ഉണ്ട്. അവിടെ അതിലൊരു വീഴ്ച പറ്റിയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നമുക്കത് വീഴ്ച എന്ന ഗണത്തിൽ പെടുത്തുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇത് MLA വിചാരിച്ചിട്ട് നാളെ ഇതങ്ങ് പൊളിച്ചു മാറ്റിയേ എന്ന് തീരുമാനിക്കാൻ പറ്റും. MLA ഒരു JCB കൊണ്ട് പൊളിക്കാൻ പറ്റും. അതിന് നടപടിക്രമങ്ങളുണ്ട്. അതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിന്റെ വാല്യുവേഷൻ നിശ്ചയിക്കണം. ആ തുക നിശ്ചയിച്ച് അത് പൊളിക്കാനുള്ള തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഒരു കരാറുകാരൻ വരണം. അയാൾ ഈ വാല്യുവേഷൻ തുക കൊടുക്കണം. ഈ തുക ഇവിടെ കൊണ്ട് അടയ്ക്കണം. ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട സൂപ്രണ്ട് ഓഡിറ്റിൽ സമാധാനം പറയേണ്ടി വരും, പെൻഷൻ വാങ്ങാൻ കഴിയില്ല. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ചില സിസ്റ്റത്തിന്റെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് JCB കൊണ്ട് ഇടിച്ചങ്ങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതിയായി പോകും. MLA എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രതിയായി പോകും. അതിന്റെ നഷ്ടം ഇവിടെ കനകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റും. പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് വരും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്. നമുക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. സർക്കാരിന്റെ സമ്പത്ത് അത് അസറ്റിലുള്ള രേഖകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങൾ വേണ്ടി വരും. ഈ പറഞ്ഞ വാല്യുവേഷൻ, ഒരു മരം മുറിക്കണമെങ്കിൽ പോലും സോഷ്യൽ ഫോറസ്റ്റിയുടെ അനുവാദം വേണം. അപ്പൊ ഇത് സർക്കാർ സംവിധാനത്തിന്റെ ഒരു പാളിച്ചയാണ്. അതുകൊണ്ട് ഇപ്പൊ ജനറൽ ആശുപത്രിയിലും പഴയ കെട്ടിടമുണ്ട്. ഇപ്പൊ ചില വാർത്താ മാധ്യമങ്ങൾ അതും പറഞ്ഞു, താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസുകൾ ഒരുപാട് പഴയതുണ്ട്, സ്കൂളുകൾ ഒരുപാട് പഴയതുണ്ട്. ഇതെല്ലാം എനിക്ക് റിനോവേഷന്റെ ടൈം ആയിട്ടുണ്ടോ? ജനറൽ ആശുപത്രിയിലെ സംഭവം എന്താ? ഇപ്പൊ ഒരു ചാനൽ അത് കാണിച്ചു. ഇവിടെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടം കിടക്കുന്നത്, അതിന്റെ ഗേറ്റ് പൊളിച്ചിട്ട് ആളുകൾ രാത്രി അതിനകത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ വാർത്ത വന്നു. ഞാൻ പരിശോധിക്കുമ്പോൾ എന്താ, അവിടെ 137 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കരാറായി, ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ആ കരാറ് പറഞ്ഞിരിക്കുന്നത് എന്താ? കരാർ എടുക്കുന്ന ആളാണ് ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ പുതിയത് പണിയേണ്ടത്. ഈ വസ്തുത മനസ്സിലാക്കാതെ റിപ്പോർട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ഞാനാണ് പറഞ്ഞത്, സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വർക്ക് എടുക്കുന്ന കരാറുകാരൻ പഴയ കെട്ടിടം പൊളിക്കണം, അയാളുടെ ഉത്തരവാദിത്തത്തിൽ ഇത് മാറ്റണം, അതിന് നിശ്ചയിച്ചിരിക്കുന്ന വില അയാൾ ഇവിടെ കൊടുക്കണം. നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. മനസ്സിലായി. ഞാൻ പറയട്ടെ, വളരെ സാധാരണ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് അങ്ങൊരു MLA എന്ന പദവിയിലെത്തിയിരിക്കുന്നത്. കുടുംബം എങ്ങനെയാണോ? അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. വിവാഹിതനാണ്. ഭാര്യ നേഴ്സായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 2 മക്കളാണ്. മകള് +1-നായി, മകൻ 4ാം ക്ലാസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മളത് ആ ട്രാക്കിലേക്ക് അങ്ങ് പോയതാണ്. അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പഠിച്ച് ഏതെങ്കിലും സർക്കാർ ജോലി തന്നെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പക്ഷേ വേറെ ട്രാക്കിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത്. എന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ നേതാവായ ആളല്ല. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും ബ്രാഞ്ച് മെമ്പറായി, ബ്രാഞ്ച് സെക്രട്ടറിയായി, ബൂത്തിന്റെ ചുമതലകൾ നിർവഹിച്ച്, പോസ്റ്റർ ഒട്ടിച്ച്, ചോര എഴുതി, ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ്
ഇപ്പോൾ ഈ നിലയിൽ അതുകൊണ്ട് താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് മേയർ സ്ഥാനത്ത് എന്റെ വിജയത്തിന്റെ ഒരു അടിസ്ഥാനം നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് എനിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വലിയ നിലയ്ക്ക് ഈ സ്ഥാനത്തേക്ക് വന്നപ്പോൾ പ്രയോജനം ചെയ്തു. ഏതൊക്കെയായാലും മേയർ ബ്രോയിൽ നിന്ന് MLA ബ്രോയായി മാറി, ഇനിയിപ്പം MLA ബ്രോയിൽ നിന്ന് ഒരു മന്ത്രി ബ്രോയ്ക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. സന്തോഷം.